പുഴയിൽ വന്നോളങ്ങളാണ് നിന്റെ ചുവന്ന തുടുക്ക പവിത്തടങ്ങൾ എൻ്റെ പുഴയിൽ താമര പൂക്കളായി നിന്റെ വിടർന്ന കണ്ണുകൾ എൻ്റെ പുഴയിൽ നീരായി എൻ്റെ പുഴയിൽ മീനുകളായി എന്നിട്ടും നീ എൻ്റെ പുഴയിൽ നീ വരാത്തതെന്താണ് പുഴയല്ലേ കാമുക കാണില്ല ഇത്തരം അറിയില്ല രാത്രി അല്ലെങ്കിൽ നടപ്പിൽ വരുന്നൊക്കെ ഇവിടെ ഇരുന്നായിരുന്നു ഷംനാദ് ഇപ്പോഴും തെരുവിലാണ് നിൽക്കുന്നത്. ഷംനാദ് സ്വയം പരസ്യപ്പെടുത്തുന്നില്ല. ഷംനാദിനെ തേടി ഞങ്ങൾ ചെല്ലുകയാണ്. ഷംനാദിനെ അറിയുന്നവർ ഷംനാദിനെ കുറിച്ച് കേട്ടറിഞ്ഞും ഷംനാദിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ചെല്ലുകയാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട വിഷയം പ്രണയമാണ്. എൻ്റെ വീടിൻ്റെ നേരെ ആയിരുന്നു. അത് വേണ്ടാത്ത മാഷ്. എനിക്ക് പ്രണയം ഉണ്ടായിരുന്നു. അതിപ്പോൾ പ്രണയം ഇങ്ങോട്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ ചേച്ചിയുടെ മകളുടെ കൂട്ടുകാരിയാണ്. അങ്ങനെയാണ് പ്രണയിച്ചിരുന്നു. ഇപ്പോൾ പ്രണയമൊന്നുമില്ല. ഞാൻ പ്രണയിച്ച കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. അവർ സുഖമായി ജീവിക്കുന്നു. അതിന് പ്രാർത്ഥനയുള്ളൂ. സുഖമായി ജീവിക്കട്ടെ അവർ. ഇപ്പം ഞാൻ നമ്പർ ഇവിടെ എഴുതിയിട്ടുള്ള കവിതയൊക്കെ ആകുമ്പോൾ മനസ്സിന് ചിലരോട് പ്രത്യേക ഇഷ്ടങ്ങൾ തോന്നുന്നതാണ്. അന്വേഷിച്ച് ഇന്ന് രാവിലെ വന്നാണ് ഇദ്ദേഹത്തിനെ കാണാനായിട്ട്. അപ്പോൾ ബന്ധമില്ലാത്ത വഴികളിൽ ബന്ധമുള്ള ചില കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ ഒരു മുഹൂർത്തങ്ങൾ മറ്റൊരു പണത്തിന് വേണ്ടി ഓടുകയാണ്. അതല്ലാത്ത മറ്റൊരു വഴി, അതിൽ വലിയ സന്തോഷം. ഇങ്ങനെ ഇവരൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അടുത്ത നാടിന്റെ വെളിച്ചവരായി തീരും. അല്ലാണ്ട് ഈ കൊട്ടാരങ്ങളും ഈ കാണുന്ന സ്വർണ്ണക്കടകളൊന്നും വെളിച്ചമായി തീരും തോന്നുന്നില്ല. ഇങ്ങനെ വളരെ ഇഷ്ടപ്പെട്ടൊരു ഇനിയും എല്ലാ ആശംസകളും ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് ഞാൻ. ആദ്യം ഞാൻ കുറേ കവിതകൾ എഴുതി കൂട്ടിയെങ്കിലും അതൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. ചുരുട്ടി കളയാ ചെയ്തത്. പിന്നെ എഴുതണതൊക്കെ ഞാൻ ഡയറിയിൽ കുറിച്ചിട്ടായിരുന്നു. ഓരോ ആശയങ്ങളൊക്കെ കൂടുതൽ എൻ്റെ കവിതയിലെ പ്രണയമാണ് ബാധിച്ചിരിക്കുന്നത്. വിഷമങ്ങളും സന്തോഷങ്ങളും കവിതയിൽ പറയണം.
എന്താ സാർ പറഞ്ഞു? ഒരു ഡയറിയിൽ എഴുതി വെച്ചപ്പോൾ അക്കാഡമിനകത്ത് ED ഡേവിസ് സാറ് ഈ കവിതകൾ ഒന്ന് വായിച്ചു നോക്കിയിട്ട് അപ്പൊ സാറ് പറഞ്ഞു ഇത് നമുക്ക് ബുക്കാക്കാന്ന്. ഒരു 30 കവിത ഉണ്ടായിരുന്നു അതിൽ ബുക്കാക്കാന്ന് പറഞ്ഞു. അപ്പൊ സാറ് നല്ല കവിതകളൊക്കെ നോട്ട് ചെയ്തിട്ട് 20 കവിത എടുത്തിട്ട് കറക്റ്റ് ചെയ്തു എഡിറ്റൊക്കെ സാറല്ലേ ചെയ്തത്, എല്ലാം സാറല്ലേ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു ഷണ്ണാദ് ഇതിന് ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഇതിനെ കുറിച്ചൊന്നും അറിയില്ല, ഞാൻ ഇതിൽ ആദ്യമായിട്ടാണ് അറിയുന്നത്, എല്ലാം സാറെന്നെ നോക്കിയാട്ടാണ് ഞാൻ. സാറായ അഭിപ്രായം കേട്ടിട്ട് സാറെന്നെ അതേപോലെ ചെയ്തു. സാറ് ചെയ്യുമ്പോഴും എന്നെ ഫോൺ വിളിക്കുകയായിരുന്നു, ഷണ്ണാദ് എങ്ങനെ ചെയ്ത് ഇതേപോലെ ചെയ്യണം, എഡിറ്റ് കഴിഞ്ഞു. അപ്പം ഫോൺ ചെയ്ത് പറയും സാർ ചെയ്യും. അപ്പൊ കവിത ഇത് ഒരു ചട്ടയാണ്, ഇത് എനിക്ക് കാട്ടി തന്നു സാർ. അപ്പം ഷണ്ണാന് ഇഷ്ടപ്പെട്ട ചട്ട ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ സെലക്ട് ചെയ്തു, സാറിനോട് പറഞ്ഞു അങ്ങനെ ആകാം എന്നൊക്കെ പറഞ്ഞ് ചട്ട സെലക്ട് ചെയ്തു. ഇതിന്റെ ഇംഗ്ലീഷ് ആണെങ്കിൽ മുൻ മേയർ ബിന്ദു ചെയ്തു. ട്രാൻസ്ലേഷനൊക്കെ കഴിഞ്ഞ് പോയിന്റ്സ് ഒക്കെ എഴുതി കഴിഞ്ഞു. അതിന്റെ അവതാരിക TP രാജ മാഷ് അടുത്തന്നെ പുസ്തകമായിട്ട് വരുന്നുള്ള പ്രതീക്ഷയിലാണ്. നമ്മളെ പഠിപ്പ് നിർത്തിയില്ലെങ്കിൽ കൂടുതൽ അറിവുകൾ നേടാം. ഇപ്പൊ സ്കൂളിൽ തന്നെ ലൈബ്രറി തുടങ്ങിയിട്ടുമുണ്ട്. അതിൽ നിന്നൊക്കെ നല്ല നല്ല ബുക്കുകളെ കണ്ടെത്തി നമ്മൾ തന്നെ വായിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ തന്നെ ഇതിൽ കണ്ടെത്താം, അല്ലാതെ കൂട്ടുകാരോ ചേച്ചിമാരോ ചേട്ടന്മാരോ അവര് വായിക്കുകയും നീ നന്നാവുക എന്ന് പറയില്ല. നമ്മൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്, ഞാൻ നന്നാവണം, ഞാൻ ഉയർച്ചയിലെത്തണം, അച്ഛനെ അമ്മേനെയും പോറ്റണം. നമ്മുടെ മനസ്സിൽ ഇതൊക്കെ തോന്നിക്കണം. അത് നമ്മൾ തന്നെ മുന്നിലേക്ക് നിൽക്കണം. നമ്മൾ തന്നെ ധൈര്യം കൊടുക്കണം.